Hi friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈമിലെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ടാലി പ്രൈം 4.1 റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കമ്പനി ക്രിയേഷൻ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ടാലിയിൽ ഓൾറെഡി നമ്മൾ കമ്പനി ക്രിയേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പുതിയ സീരീസിൽ കമ്പനി ക്രിയേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു ടാലി പ്രൈം 4.1 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ക്രിയേറ്റ് കമ്പനിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കമ്പനിയുടെ നെയിം കൊടുക്കാം. പിന്നെ മെയിലിംഗ് നെയിം, അഡ്രസ്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്, കൺട്രി കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാനുള്ളത്. ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഞാനിവിടെ കേരളയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മൊബൈൽ നമ്പറിൽ കൺട്രിയുടെ കോഡ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇത് മുന്നത്തെ വേർഷൻസിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ കൺട്രി മാറ്റുന്നതിനനുസരിച്ചിട്ട് അവിടെ മൊബൈലിന്റെ ആ ഒരു കൺട്രി കോഡ് അവിടെ മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ UAE ആക്കിയപ്പോൾ കണ്ടോ കോഡ് മാറിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ മാറ്റുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇന്ത്യ ആകുമ്പോൾ അവിടെ +91 ആണ് നമുക്ക് കൺട്രി കോഡ് എന്ന് പറയണത്. അപ്പോൾ അതവിടെ വന്നിട്ടുള്ളതായിട്ട് കാണാം. കൺട്രി മാറ്റുന്നതിനനുസരിച്ചിട്ട് മാറും. പിന്നെ ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. ഞാനിവിടെ ആക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഫീച്ചേഴ്സിലേക്കാണ്. കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, ഇനേബിൾ ദ ഫീച്ചേഴ്സ് ആസ് പെർ യുവർ ബിസിനസ് നീഡ്സ് എന്നുള്ളത് അവിടെ കാണാം. നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സുകൾ ആക്ടിവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ അക്കൗണ്ടിങ്ങിലും ഇൻവെന്ററിയിലും നമ്മൾ ഓൾറെഡി ഫീച്ചേഴ്സ് ഒക്കെ SNA ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ടാക്സിന്റെ സെക്ഷനാണ്. അപ്പോൾ GSTയുടെ സെക്ഷനാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ GST രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം. അത് നമ്മൾ ടാലി പ്രൈം 3.0ലും അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഫസ്റ്റ് സ്റ്റേറ്റ് കേരളയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റെഗുലർ കൊടുത്തു, രജിസ്ട്രേഷൻ ടൈപ്പ്, അതുപോലെ തന്നെ GST IN നമ്പർ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൽ ഡൗട്ടുള്ള ആളുകൾ ആ വീഡിയോ ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കുക. പീരിയോഡിസിറ്റി ഞാനിവിടെ മന്ത്ലിയാണ് കൊടുക്കുന്നത്. ഇനി ഈ ഇൻവോയ്സ് ആപ്ലിക്കബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ബില്ലിന്റെ കാര്യമാണ് അത് നമുക്കിവിടെ S കൊടുക്കാം. അപ്പോൾ അതിൽ അപ്ലിക്കബിൾ ഫ്രം ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ പ്ലേസ് നമുക്കിവിടെ കൊടുക്കാം. പിന്നെ E-way ബില്ലിൻ്റെ ആണ് ചോദിക്കുന്നത്. E-way ബില്ലിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതും നമ്മളവിടെ S കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി നമ്മുടെ കമ്പനിക്ക് തന്നെ വേറൊരു സ്റ്റേറ്റിൽ ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നെ നമുക്ക് അതിൽ മൾട്ടിപ്പിൾ GST രജിസ്ട്രേഷന്റെ ഓപ്ഷൻ താഴെ കാണുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു ഫീച്ചർ, ആ ഒരു ഓപ്ഷൻ നമ്മൾ അവിടെ S കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ ടൈപ്പ്, അതുപോലെ തന്നെ GST IN നമ്പർ ഒക്കെ അവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ കണ്ടോ വേറെ വിൻഡോ ഓപ്പൺ ആയി വന്നു. അതിൽ ഞാനിപ്പോൾ ഇവിടെ സ്റ്റേറ്റ് കൊടുക്കുന്നത് കർണാടക സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത്. കർണാടക കൊടുത്തു. അതുപോലെ റെഗുലർ, പിന്നെ നമ്മുടെ കമ്പനിയുടെ GST IN നമ്പർ ആണ്. അപ്പോൾ കർണാടക GST IN നമ്പർ ആണ് ഞാനിപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. 3.0ലും ഇതേ മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇനി പീരിയോഡിസിറ്റി ഞാനിവിടെ അതും മന്ത്ലി തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ ഇൻവോയ്സിൻ്റെതും S കൊടുത്തിട്ടുണ്ട്. പിന്നെ E-way ബില്ല് അവിടെ ഓൾറെഡി S ആണ്. സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ E-way ബില്ല് നിർബന്ധമാണ്. അപ്പോൾ ഞാനിതിവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ വൗച്ചേഴ്സിൻ്റെ ലിസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ വൗച്ചേഴ്സിന് നമുക്ക് എന്തെങ്കിലും 2 ബ്രാഞ്ചിൻ്റെ 2 സ്റ്റേറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് ആണല്ലോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ചിനും നമുക്ക് ഓരോ വൗച്ചറിന് ബിൽ നമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ നേരെ ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ടുള്ളത്. അത് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് സെറ്റ് ആൾട്ടർ കമ്പനി GST റേറ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. കമ്പനി ലെവലിൽ നമുക്ക് GST റേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഫീച്ചറാണിത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ലെഡ്ജർ ലെവലിലോ അല്ലെങ്കിൽ ഐറ്റം ഗ്രൂപ്പ് ലെവലിലോ ഐറ്റം ലെവലിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ HSN ഓർ SAC റിലേറ്റഡ് ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ GST റേറ്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഉണ്ട്. 2 സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ HSN കോഡും അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് സെയിം HSN കോഡ് വരുന്ന പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്.
മൾട്ടിപ്പിൾ HSN കോഡ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ HSN കോഡ് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പനിയിൽ ഒരൊറ്റ HSN കോഡ് ആണെങ്കിൽ മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ ഞാൻ TV എന്നുള്ളതാണ് കൊടുക്കുന്നത്. കമ്പനിയിൽ നമുക്ക് TV മാത്രമേ വരുന്നുള്ളൂ, അതിൻ്റെ HSN കോഡും. ഇനി നമുക്ക് അതിൻ്റെ താഴെ വരുന്നത് GST റേറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നോട്ട് ഡിഫൈൻഡ് കൊടുക്കാം. അതുപോലെ തന്നെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ, സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ കൊടുക്കാം. ഇത് നമുക്കൊരൊറ്റ GST റേറ്റ് മാത്രമേ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ റേറ്റ് ആണെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത അതുപോലെ തന്നെ സ്ലാബ് ബേസ്ഡ് റേറ്റ്, അതായത് നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് GST റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് അത്. അതുപോലെ തന്നെ യൂസ് GST ക്ലാസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടും നമുക്ക് GST റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് പർച്ചേസ് ടാക്സബിൾ, അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ടാക്സബിൾ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടും നമുക്ക് റേറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ കൊടുത്തിട്ടാണ് GST റേറ്റ് സെറ്റ് ചെയ്യുന്നത്. അതിൽ ടാക്സബിൾ കൊടുത്തു, 18% ആണ് ടാക്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തുണ്ടാക്കുമ്പോഴും ഈ ഒരു റേറ്റ് ആണ് വരെ. നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ ലെഡ്ജർ ലെവലിലൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്കിനി ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യാം. അപ്പോൾ കമ്പനി ലെവലിൽ GST റേറ്റ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇ-വേ ബില്ല് ഡീറ്റെയിൽസ് ആണ് റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫീച്ചറിൽ ആക്ടിവേറ്റ് ചെയ്യാം. പെട്ടെന്ന് സേവ് ചെയ്യാൻ Ctrl+A എന്നുള്ള ഷോർട്ട് കീ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് ടാലി പ്രൈം 4.1 കമ്പനി ക്രിയേഷനും അതുപോലെ തന്നെ ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യുന്നതും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാലിയിൽ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.